മാസത്തിലെ തണുപ്പ് ആഘോഷിക്കുക എല്ലാവരും ഊട്ടിയിലേക്ക് മണാലിക്ക് വിട്ടപ്പോൾ ഞാൻ നേരെ വിട്ടത് എന്റെ വീടിന്റെ മുകളിലെ തൊടിയിലേക്കാട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഗൈസ് അവിടെ ആകെ പുല്ലൊക്കെ മുളച്ച് നല്ല മനോഹരമായി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ കാണാൻ. ഞാൻ ഓൾറെഡി കത്തിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാട്ടോ വന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ടായിരുന്നു ക്രിസ്മസിന്റെ കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് പറിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് കയറി. പക്ഷെ അവിടെ ഇത്രയും രസമായി കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ സൂര്യ അസ്തമിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറെ പുല്ലൊക്കെ പറിച്ചു. പക്ഷെ പുല്ല് പറിക്കുന്നതിനേക്കാളേറെ നമ്മൾ അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. കണ്ണനാണെങ്കിൽ അവിടെ ഓടി നടന്ന് ചാടി നടന്ന് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം അവൻ ജനിച്ചതിന് ശേഷം ഇന്നേ വരെ അവിടെ ആ സ്ഥലം ഇത്ര മനോഹരമായി അവൻ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മളെ ഇടയ്ക്ക് ഇതിന്റെ മുകളിലേക്ക് കയറി പോവാറുണ്ടെങ്കിലും പക്ഷെ അവിടെ ആളുകളോണ്ടായിരുന്നു തോന്നുന്നു പൊല്ലൊന്നും മുളയ്ക്കാറില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ ആരും വരാത്തോണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ എന്തൊക്കെയൊക്കെയോ പൂവുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൂചിപ്പുല്ല് എനിക്കറിയില്ല, ഇപ്പത്തെ കുട്ടിയൊക്കെ അറിയാറില്ല. പക്ഷെ എനിക്കൊക്കെ അത് ഭയങ്കര വികാരമായിരുന്നു. സ്കൂൾ വിട്ട് പോണ നേരത്ത് കൂട്ടുകാരികളെ മേത്തും കൂട്ടുകാരന്റെ മേത്തൊക്കെ ഇതുകൊണ്ടെടുത്ത് എറിഞ്ഞ് കുറെ വേദനിപ്പിച്ച് കളിക്കുന്ന ഒരു പരിപാടികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കിയപ്പം എന്തൊക്കെയൊക്കെയോ പൂ, ഇതെന്തോ പൂവൊക്കെ കറിയോ എന്താ എനിക്കും അറിയില്ല പേര്, കണ്ണാന്തളിയോ എന്തൊക്കെയൊക്കെയോ പേരുണ്ട്. പക്ഷെ പൂക്കൾ അവിടെ ഇവിടെയൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറെ നേരം കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി നിന്നു, കുറെ പുല്ല് പറിക്കാൻ നിന്നു. അങ്ങനെ കുറെ സമയം അങ്ങനെ തന്നെ പോയിട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോണ്ടല്ലോ ഇരുടാവെന്ന് പറഞ്ഞിട്ട് തന്നെ ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് അവിടെ നല്ല ഇരുടുണ്ടെന്ന് മനസ്സിലായത്. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ കാണാൻ, നല്ല വെളിച്ചമുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുട്ടികളൊക്കെ മരത്തുമ്പോൾ കയറുന്നുണ്ട്. ഞാനിതിപ്പോ കയറാറുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഈ മരം. നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന പാകത്തിനുണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാ മരത്തിലൊന്നും ഇപ്പൊ കയറാൻ കഴിയാറില്ല, പ്രായമായില്ലേ എന്താ പറയാ. അങ്ങനെ പിന്നെ ഞാൻ കുറേ അവിടെ ചെന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കണം അതേ കോലത്തിൽ അങ്ങോട്ട് കയറിയതായിരുന്നു. ഈ ഫോട്ടോസ് ഒന്നും എടുക്കുന്നു പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി അല്ലെങ്കിൽ നമുക്ക് വല്ല കണ്ടൊക്കെ ചെയ്തായിരുന്നു, കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടായിരുന്നു. ഇതിന്റെ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തത്. ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കോൺഫിഡൻസിലെ. പിന്നെ ഞാൻ പുല്ല് പറിക്കുന്നതിന്റെ ഇടയിലാണ് കേട്ടോ അമ്മ അമ്മ എന്നൊരു വിളിയിട്ട് നോക്കിയപ്പോൾ കുട്ടീനെ ചുറ്റോളം കാണുന്നില്ല. കുട്ടി എവിടെയാ കിടക്കുന്നത് നോക്കിയൊക്കെ മരത്തിന്റെ മുകളിൽ. അവൻ എങ്ങനെ ഇതിന്റെ മേലിൽ പിടിച്ച് കയറിയെന്ന് എനിക്കറിയില്ല. എന്തായാലും കുട്ടികളെ പ്രായമല്ലേ, ഒരു എൻജോയ് ചെയ്യട്ടെ. കുറച്ചു നേരം അവൻ അതിന്റെ മുകളിൽ നിർത്തി കളിപ്പിച്ചു. പിന്നെ നമ്മൾ കുറെ പുല്ലൊക്കെ പറിച്ചു. പിന്നെ ഇവനിത് എന്തോ ഒരു വിറകും കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയ പണി ഇതാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ മേത്തൊക്കെ ഇങ്ങനെ പുല്ല് നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ സൂചിപ്പുല്ലൊക്കെ നല്ലോണം എന്നെ കുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആ വേദന ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞ് അവിടെ ഇവിടേക്കൊന്ന് ഇരിക്കാൻ നോക്കിയപ്പോഴാണ് ഓരോരോ കുത്ത് കിട്ടിയത്. അങ്ങനെ നമ്മൾ അത് ഓരോന്നായി പറിക്കലായിരുന്നു കേട്ടോ പിന്നത്തെ ടാസ്ക്. അപ്പൊ കണ്ണൻ കുറെ സഹായിച്ചു തന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ ആളെനിക്ക് അതൊക്കെ പറിച്ചു തരുന്നത്. ആളുടെ മേത്ത് കുത്തിയത് എന്നാൽ ആൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. പിന്നെ ഞാൻ വെറുതെ കാണിക്കാൻ നിന്നില്ല, കാരണം അവനപ്പം തന്നെ നമുക്ക് മേലെ ഇരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഐസിലെ ഡ്രസ്സ് അങ്ങോട്ട് ഊരി മാറ്റി. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.